അതുകൊണ്ട് തന്നെ RTX എടുക്കുന്ന ആൾക്കാർ ഷോറൂമുകാർ പോലും ഇപ്പം അതിനെ പുഷ് ചെയ്യുന്നില്ല. RTXൻ്റെ പേര് പറയല്ലേ എന്നാണ് പറയുന്നത് പ്രൊമോഷൻ വീഡിയോയിലൊക്കെ. കാര്യം വേറെ RTX ഒക്കെ വാങ്ങാൻ നിൽക്കുന്ന ആൾക്കാർ ഒരു കാരണവശാലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. കാര്യം RTXനൊക്കെ 44,000 ഓഫറുണ്ട്. അതെന്താണെന്ന് അറിയാനായിട്ട് ഈ വീഡിയോ മൊത്തത്തിലിരുന്ന് കാണുക. നമ്മൾ കഴിഞ്ഞ വർഷവും TVSൻ്റെ എന്താ പറയുക ഒരു ഷോറൂം വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓണം വരുമ്പോഴാണ് നമ്മൾ ഷോറൂം വിസിറ്റ് കൂടുതലായിട്ടും ചെയ്യുന്നത്. കാര്യം നല്ല നല്ല ഓഫറുകൾ വരുമ്പോൾ അത് നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുക എന്നുള്ള ഒറ്റ ഉദ്ദേശം കൊണ്ടാണ് ഷോറൂം വിസിറ്റ് നമ്മൾ നിരന്തരമായിട്ട് എല്ലാ വർഷവും സീസൺ പോലെ, ഇത് സീസൺ 2 എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സത്യം പറഞ്ഞാൽ സീസൺ 2 ഒന്നുമല്ല, കഴിഞ്ഞൊരു 5-6 വർഷമായിട്ട് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്നൊരു സംഭവമാണ് ഷോറൂം വിസിറ്റ്. നമ്മൾ ഹാർലിയുടെ ചെയ്തിട്ടുണ്ട്, KTMൻ്റെ ആയിട്ടുണ്ട്, ഡുക്കാറ്റിയുടെ ആയിട്ടുണ്ട്, ട്രയംഫിൻ്റെ ആയിട്ടുണ്ട്, അങ്ങനെ കവാസാക്കി, BMW, അങ്ങനെ എല്ലാ ഷോറൂം വണ്ടികളുടെയും നമ്മൾ ഷോറൂമിൽ ചെന്ന് അവരുടെയൊക്കെ വണ്ടികളുടെയൊക്കെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ഏതൊക്കെ വണ്ടിയുടെ ഷോറൂമിൻ്റെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഉപകാരമാവും. അപ്പോൾ ഇന്ന് നമ്മൾ ഏറ്റവും ഇപ്പം നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പെർഫോമൻസ് വണ്ടികളടക്കം 2 വീലർ സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ വണ്ടി വിൽക്കുന്ന TVS എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഷോറൂം വിസിറ്റാണ് ചെയ്യാനായിട്ട് പോകുന്നത്. വളരെ ലെങ്ത് കുറഞ്ഞൊരു വീഡിയോ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്നൊരു വീഡിയോ ആണ്. സോ എല്ലാ വണ്ടികളുടെയും EMI ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. എപ്പോഴും പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഒരിക്കലും EMI സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയല്ല. മാക്സിമം ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കാതെ വണ്ടി ഏതെങ്കിലും ചിട്ടിയോ അല്ലെങ്കിൽ ചിട്ടിയൊക്കെ പിടിച്ച് എടുക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് പലിശ എന്ന് പറയുന്ന വലിയൊരു തൊല്ല ഒഴിവാക്കി നമുക്ക് കിട്ടും. അപ്പോൾ ഈ അല്ലാതെ ഡൗൺ പേയ്മെൻറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. എല്ലാവർക്കും റെഡി ക്യാഷ് കൊടുത്ത് എടുക്കണമെന്നില്ലല്ലോ. സോ എന്തൊക്കെയാണ് സ്കീം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ പർച്ചേസിനും ഒരു സ്മാർട്ട് വാച്ച് കോട്ടൺ TVSയിൽ നിന്ന് നിങ്ങൾക്ക് 5,999 രൂപ വില വരുന്ന സ്മാർട്ട് വാച്ച് നിങ്ങൾക്ക് സൗജന്യമായിട്ട് കിട്ടും. അതുപോലെ തന്നെ 2,000 രൂപയുടെ ആക്സസറീസും ഫ്രീ ആയിട്ട് കിട്ടും. പോരെ, ഇത്ര നല്ല കിടിലൻ ഓഫർ ഏത് വണ്ടി എടുത്താലും ഇതൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റിൽ തന്നെ പറയാനാണെന്നുണ്ടെങ്കിൽ സ്കൂട്ടർ സെഗ്മെൻറ്റിൽ വരുന്ന എല്ലാ മോഡൽ വണ്ടികളും, എൻഡോർക്ക് 150 ആണെങ്കിലും, ജുപ്പിറ്റർ ആണെങ്കിലും, സെസ്റ്റ് ആണെങ്കിലും, ഏതൊരു മോഡൽ വണ്ടികൾക്കും നിങ്ങൾക്ക് 3,999 രൂപ ഫസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇറക്കാനായിട്ട് സാധിക്കും. അത് മാസം എത്ര അടവ് വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3,000-3,500 രൂപ അടവ് വരുമായിരിക്കും. സിബിൽ സ്കോർ ഡിപ്പെൻഡ് ചെയ്താണ് ഇതൊക്കെ ഇരിക്കുന്നത്. സോ ഈ പറഞ്ഞ സ്കൂട്ടർ എടുത്താൽ പോലും 5,999 രൂപയുടെ വാച്ച് നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ട് കിട്ടും. ഇത് കോട്ടൺ TVSൻ്റെ കാര്യം മാത്രമാണ് കേട്ടോ പറയുന്നത്. സോ അടുത്തതെന്ന് പറയുന്നത് നമ്മളുടെ EV വണ്ടി, EV സ്കൂട്ടറുകളാണ്. iQube, ഓർബിറ്റർ, V1, V2 ഈ പറഞ്ഞ മോഡൽസൊക്കെ നിങ്ങൾക്കൊരു 499-ന് ഏത് വണ്ടി വേണമെങ്കിലും നിങ്ങൾക്ക് ഇനീഷ്യൽ അടച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് വണ്ടി ഇറക്കാനായിട്ട് സാധിക്കും. ഒരു 4 രൂപയൊക്കെ പ്രതീക്ഷിക്കാം മാസം അടവ്. അപ്പം EV ഒക്കെ ആണെങ്കിൽ പെട്രോൾ അടിക്കുന്ന പൈസ മാറ്റിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ CCയിലോട്ട് അടഞ്ഞ് തീരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. പെട്രോൾ അടിക്കുന്ന പൈസ പോലും വേണ്ട എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അടുത്തതെന്ന് പറയുന്നത് നിങ്ങളിപ്പം നിലവിൽ ഒരു അപ്പാഷി സീരീസിലുള്ള മോട്ടോർ സൈക്കിൾസ് വാങ്ങാൻ വേണ്ടി നിൽക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ അടിപൊളി ഒരു അട്രാക്റ്റീവായിട്ടുള്ള ഓഫറുകളാണ് വരുന്നത്. അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ, കേരളത്തിലെ കാര്യമല്ല പറയുന്നത്, കേരളം ഇന്ത്യയിലെ ഒന്നാണ്. ബട്ട് എന്നിരുന്നാലും നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് കേരളത്തിനെ ഇന്ത്യയും രണ്ടായിട്ട് തരംതിരിക്കേണ്ട അവസ്ഥയായി. കാര്യം എന്ന് പറഞ്ഞാൽ വേറൊന്നും കൊണ്ട് എല്ലാ കാര്യങ്ങളും കൊണ്ടും തരംതിരിക്കേണ്ട കാര്യമായി. നോർത്ത് സൈഡിലും അതുപോലെ തന്നെ മറ്റുള്ള വെസ്റ്റ് സൈഡ് അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ TVSൻ്റെ ആധിപത്യം എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല. നമ്മുടെ ഇവിടെ പൾസർ, യമഹ R15 എന്നൊക്കെ പറയുന്നത് പോലെ അവിടെ അപ്പാഷിയുടെ ഒരു ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ചെറിയ ഡിമാൻഡൊന്നും അല്ല. ഭയങ്കരമായ ഹ്യൂജ് സെയിൽസാണ് അപ്പാഷി 200-നും 160-ക്കൊക്കെ അവിടെ ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ അപ്പാഷി ഓടിച്ചവർക്കറിയാം അതെന്താണ്, അതിൻ്റെ സ്മൂത്ത്നെസ് എന്താണ്, അതിൻ്റെ പവർ എന്താണ്, അതിൻ്റെ കേപ്പബിലിറ്റി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പാഷി ആണെങ്കിലും റോണിനാണെങ്കിലും നല്ല റിഫൈൻഡ് ആണ്, നല്ല സ്മൂത്താണ്, പെർഫോമൻസ് വൈസ് എഫിഷ്യൻസി വൈസ് എല്ലാം ബെറ്ററാണ്. അപ്പോൾ ഈ വണ്ടി വാങ്ങുന്ന ആൾക്കാർക്കും ഈ പറഞ്ഞ സ്മാർട്ട് വാച്ചിന് 2,000 രൂപ ആക്സസറീസും ഉണ്ട്. അതുപോലെ തന്നെ ഒരു 9,999 രൂപ ഫസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പാഷി സീരീസുള്ള വണ്ടികൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. 160-യുടെയും 200-ൻ്റെയും കാര്യമാണ് ഞാൻ പറയുന്നത്. സോ അതുപോലെ തന്നെ റോണിനും ഏകദേശം സെയിം ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി ഇറക്കാൻ സാധിക്കും. പിന്നെ 160-ക്കും 200-നും റോണിനും മാസ അടവ് വ്യത്യാസം വരും. അത് കറക്റ്റായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ ഷോറൂമിനെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുമായാലും 160-ക്ക് ഒരു
രൂപ അടുത്ത് എന്തായാലും വന്നേക്കാം. 200 ആണെങ്കിൽ ഒരു 500 അല്ലെങ്കിൽ ഒരു രൂപ അടുത്ത് വന്നേക്കാം. എൻ്റെ ഒരു അസംപ്ഷൻ മാത്രമാണ് ഞാൻ പറയുന്നത്. എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഒരു 3 വർഷം അടവ് വരുവാണെങ്കിൽ റോണിലോട്ട് പോകാനാണെങ്കിലും ഏകദേശം ഒരു 6 രൂപ റേഞ്ചോളം വരും. 10 രൂപ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ. റോണിനെ സംബന്ധിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ടൂററായിട്ട് ഉപയോഗിക്കാം, ഓഫ് റോഡർ ഉപയോഗിക്കാം, സ്ക്രാമ്പിളറായിട്ട് ഉപയോഗിക്കാം, റോഡ്സ്റ്ററായിട്ട് ഉപയോഗിക്കാം. അടിപൊളി സാധനം. കമ്മ്യൂട്ടറായിട്ട് ഉപയോഗിക്കാം. അടിപൊളി സാധനമാണ് റോണിൻ. അത് ഉപയോഗിച്ചവർക്കറിയാം അതിൻ്റെ കംഫർട്ട്. പില്ലിയൻ കംഫർട്ട് ആണെങ്കിലും റൈഡർ കംഫർട്ട് ആണെങ്കിലും വണ്ടിയുടെ റോഡ് പ്രസൻസ് ആണെങ്കിലും. സോ അടുത്ത നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന വണ്ടികളാണ് ആർ ടി ആർ 310 സീരീസ് അല്ലെങ്കിൽ RR 310 സീരീസ്. 310 സീരീസ് എന്ന് പറയുന്നതാണ് നല്ലത്. 310 സീരീസൊക്കെ ഒരു 50 രൂപ താഴെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇറക്കാൻ സാധിക്കും. 44,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല സിബിൽ സ്കോറും കാര്യങ്ങളൊക്കെ ആണ് നിങ്ങൾക്ക് ഉള്ളത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് RTR 310 അതല്ലെങ്കിൽ RR 310 ഒക്കെ നിങ്ങൾക്ക് വണ്ടി ഇറക്കാൻ സാധിക്കും. പക്ഷെ നല്ല അടവ് വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. വണ്ടിയുടെ സർവീസ് കോസ്റ്റ്, വണ്ടിയുടെ പെട്രോൾ അടി, ഇതെല്ലാം കൂടെയും അതിൻ്റെ കൂടെ മാസം ഒരു 10,000-15,000 രൂപ അടുത്ത് പറക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടാസ്ക് ആയിരിക്കും. സോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. നിങ്ങൾ മാക്സിമം നല്ല രീതിയിൽ പേയ്മെൻറ്റ് അടച്ച് വണ്ടി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ ചിട്ടി, ഞാൻ പറഞ്ഞ പോലെ ചിട്ടി വല്ലതും പിടിച്ചോ എന്തെങ്കിലുമൊക്കെ നമ്മൾ എവിടെന്നെങ്കിലും റോൾ ചെയ്തിട്ടൊക്കെ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ഈവൻ ബെറ്റർ. പലിശ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ കാര്യമല്ല. യൂസർ ബൈക്സ് സെഗ്മെൻറ്റിൽ കച്ചവടം ചെയ്യുന്നൊരു വ്യക്തി എന്നുള്ള എനിക്ക് CC അടയ്ക്കാൻ പറ്റാതെ എത്രയോ വണ്ടികളാണ് എനിക്ക് വരുന്നതെന്നറിയാം. എനിക്ക് എൻ്റെ കയ്യിൽ മൊത്തത്തിൽ എടുത്ത് വയ്ക്കാനുള്ള ബഡ്ജറ്റിൻ്റെ ഉണ്ടായിരുന്നു, ഞാൻ എല്ലാം എടുത്ത് വെച്ചാണ്. സോ എടുക്കുന്ന നമുക്ക് ഒരു ബുദ്ധിമുട്ട് വരും, കൊടുക്കുന്ന അവർക്കൊരു ബുദ്ധിമുട്ട് വരും. കാര്യം അവർക്ക് നഷ്ടത്തിലായിരിക്കും വണ്ടി കൊടുക്കുന്നത്. സോ മാക്സിമം നല്ല രീതിയിൽ സീസിങ് കാറിലൊക്കെ ഫിനാൻഷ്യൽ പരമായി മാനേജ് ചെയ്യാൻ പഠിക്കുക കൊച്ചിലെ തന്നെ. എന്തായാലും RR 310 RTR 310 വലിയ മെച്യൂറായിട്ടുള്ള ആൾക്കാർ എടുക്കുന്നവരുണ്ട് തീർച്ചയായിട്ടും. വണ്ടി പ്രാന്തന്മാർക്ക് പ്രായം ഒരു പ്രശ്നമല്ല. കൂടുതൽ യങ്സ്റ്റേഴ്സാണ് എടുക്കുന്നത്. അപ്പോൾ അവരൊക്കെ എടുക്കുന്ന സമയത്ത് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ പോലും മാസം ഈ ചെറിയ ഗവൺമെൻറ് ഓർത്ത് എടുത്തു കഴിഞ്ഞാൽ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അടുത്ത ഫൈനലി നമ്മളെല്ലാവരും കാത്തിരുന്ന നമ്മുടെ RTX എടുത്തു കഴിഞ്ഞാൽ മാസം മിനിമം എത്ര രൂപ അടയ്ക്കേണ്ടി വരും? കുറഞ്ഞതൊരു 10 രൂപ 8 രൂപക്ക് അടുത്തോളം അടയ്ക്കേണ്ടതായിട്ട് വരും. RTXന് 44,000 രൂപക്ക് അടുത്ത് അല്ലെങ്കിൽ 50,000 രൂപക്ക് അടുത്ത് ഫസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ ഇറക്കാൻ പറ്റും. സോ ഇപ്പോൾ RTX എടുക്കാൻ എല്ലാവരും മടിക്കുന്ന ഒരേ ഒരു കാരണം അതിൻ്റെ വെയിറ്റിംഗ് പീരീഡാണ്. അത് എന്തുകൊണ്ടാണെന്നൊക്കെയുള്ള കാര്യം കഴിഞ്ഞ 2 ദിവസം മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇച്ചിരി ക്വാളിറ്റി അവർ ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് അവർ മാക്സിമം അതിൻ്റെ നല്ല ഔട്ട്പുട്ടും R&Dയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ വണ്ടികൾ ഇറക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ഡിലേ വരുന്നത്. 7 മാസം കൊണ്ട് 1 വർഷം കൊണ്ട് വെയിറ്റ് ചെയ്യുന്നവരൊക്കെ എനിക്കറിയാം. സോ BTOയ്ക്കൊക്കെയാണ് കൂടുതലും ഡിമാൻഡ് കൂടുതൽ, വെയിറ്റിംഗ് പീരീഡ് കൂടുതൽ. അതുകൊണ്ട് തന്നെ RTX എടുക്കുന്ന ആൾക്കാർ ഷോറൂമുകാർ പോലും ഇപ്പം അതിനെ പുഷ് ചെയ്യുന്നില്ല. RTXൻ്റെ പേര് പറയല്ലേ എന്നാണ് പറയുന്നത് പ്രൊമോഷൻ വീഡിയോയിലൊക്കെ. കാര്യം വേറൊന്നും കൊണ്ടല്ല, അവർക്ക് അത്രമാത്രം ബുക്കിംഗ് ആണ് കിടക്കുന്നത്, അത്രമാത്രം വണ്ടിയാണ് കൊടുക്കാനായിട്ടുള്ളത്. മാസം 12 വണ്ടി മാത്രമൊക്കെ വരുന്നുള്ളൂ ലോഡിൽ. അത്ര ഷോർട്ടേജ് ഉണ്ട് വണ്ടിക്ക്. ഓൾറെഡി മോട്ടോർ സൈക്കിൾ സെഗ്മെൻറ്റിൽ വണ്ടിക്ക് ഭയങ്കര ഷോർട്ടേജാണ്. ഇപ്പോൾ എക്സ്പൾസ് ആണെങ്കിൽ പോലും ഒരു മാസം വെയിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. വണ്ടിക്കൊക്കെ പിടിച്ചു പറയാണ്. ഇത്ര കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോലും വണ്ടിക്കൊക്കെ പിടിച്ചു പറയാണ്. അതുപോലെ തന്നെ KTMൻ്റെ പാർട്സ് ഒന്നും കിട്ടാനില്ല. സർവീസ് സാധനങ്ങളൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഈ യുദ്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ഷോർട്ടേജ് വന്നിട്ടുണ്ട്. യമഹയുടെ സ്പെയർ പാർട്സ് കൗണ്ടറുകളിൽ പഴയതുപോലെ സാധനങ്ങളൊന്നും കിട്ടാനില്ല, ഷോർട്ടേജ് ആയി തുടങ്ങി. സോ ഇപ്പോൾ ഈ യുദ്ധം കൊണ്ട് സത്യം പറഞ്ഞാൽ എല്ലാ മേഖലയിലും ബുദ്ധിമുട്ടായിരിക്കും. അപ്പം എല്ലാം പെട്ടെന്ന് തന്നെ കഴിയട്ടെ. നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ, യുദ്ധം അതിൻ്റെ മുറയ്ക്ക് നടക്കുന്നുണ്ട്. എല്ലാം സമാധാനമായിട്ട് പിരിയട്ടെ എന്നുള്ള കാര്യത്തിലാണ് ഞാനും നിൽക്കുന്നത്. നമുക്ക് ഒരു കാര്യം, നമ്മുടെ പാഷൻ പോലും നമുക്ക് നോക്കാൻ പറ്റത്തില്ല. സോ യെസ്, ഇതൊക്കെ തന്നെയാണ് ചെറിയൊരു വീഡിയോ, നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാകാൻ വേണ്ടിയിട്ട് ചെയ്തൊരു വീഡിയോ ആണ്. ഞാനിപ്പോഴും പറയുന്നത്, EMI ലോസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ് EMI ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല. പിന്നെ ഷോറൂം വിസിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഫലമായി അവരുടെ ഓഫറുകൾ പറയാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ RTR ആണെങ്കിലും അതുപോലെ തന്നെ 310 RR ആണെങ്കിലും ഒക്കെ ഈ ഒരു അണ്ടർ 4 lakhs അല്ലെങ്കിൽ 3.5 lakhs ആ ഒരു റേഞ്ചിലൊക്കെ വരുന്ന മാരക സംഭവങ്ങളൊക്കെ തന്നെ വാല്യൂ ഫോർ മണി വണ്ടിയാണ്. RTXൻ്റെ ആയാലും പിന്നെ വാല്യൂ ഫോർ മണിയാണെന്ന് പറയേണ്ട യാതൊരു ആവശ്യമില്ലല്ലോ.
സോ ആർ ടി ആറിനൊക്കെ ഈ കോസ്മെറ്റിക് ഹെഡ്ലൈറ്റ് അപ്ഡേറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് ഇനഫ് തന്നെയാണ്. പക്ഷേ എൻജിൻ സൈഡ് കുറച്ചും കൂടെയൊക്കെ ഒന്ന് ടി വി എസ് ശ്രദ്ധിച്ച് തുടങ്ങണമെന്നൊരു ചെറിയൊരു റിക്വസ്റ്റും കൂടെ ഉണ്ട്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്, അതുകൊണ്ട് പറയുന്നതാണ് കേട്ടോ, അല്ല മോശം വണ്ടിയായിട്ട് പറയുന്നില്ല. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിലാണ്. ബൈ.